അങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ LDFന് മൊത്തത്തിൽ വലിയ തിരിച്ചടിയായി. ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് ഏതാണ്ട് ഒരു ഒപ്പത്തിനൊപ്പം എന്നൊരവസ്ഥ ഉണ്ടായത്. ഇത്ര കാലത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ എന്തായി? സ്വാഹ എന്നായില്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. എന്തായാലും ഇതിവർ ജയിച്ചിരുന്നായിരിക്കും. ഈ ഇടതുപക്ഷം ജയിച്ചിരുന്നെങ്കിൽ ഇമാതിരി ചർച്ചകൾ വല്ലതും ഉണ്ടോ? അതായത് ഇപ്പോൾ മേലെ തട്ട് തൊട്ട് താഴെ തട്ട് വരെ വിശകലനങ്ങൾ നടക്കുകയാണ്. താഴെത്തട്ടിൽ വിശകലനം ഉണ്ട്, പക്ഷേ ചിലർ പറയാം മേലെത്തട്ടിൽ നിന്നുള്ള ക്യാപ്സ്യൂള് ഇവരെടുത്ത് വിഴുങ്ങുന്നു എന്നാണ്. എന്താണെങ്കിലും ഈ പാർട്ടിയിൽ ഇത്തരം ഒരു ചർച്ചകൾ നടക്കാൻ കാരണം ഈ പരാജയമാണ്. ഇതൊരു മൊത്തത്തിലൊരു ഭരണവിരുദ്ധ വികാരം എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഇവർ ജയിച്ചിരുന്നെങ്കിൽ ഇവരിതിനെപ്പറ്റി വല്ല അന്വേഷണം നടത്തുക, ഇതിനെപ്പറ്റി ഇത്തരം ചർച്ചകൾ നടക്കുമോ? ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതായത് ജയിച്ചാൽ ചർച്ചയില്ല, തോറ്റാൽ ചർച്ച ഉണ്ടാവും. അതാണ് എൻ്റെ രീതി. ഞാനിപ്പോൾ 10ാം ക്ലാസ് പാസ്സായി. എന്തേ പാസ്സായി എന്ന് ഞാൻ ചോദിക്കുമോ? ആരോട് അന്വേഷിക്കും? ഞാനെങ്ങനെ മാഷേ പാസ്സായി ചോദിക്കുമോ? അത് മറ്റേ മാർക്കിട്ടൊരു കുഴപ്പമാണെന്ന് ഞാൻ പറയുമോ? ഇല്ല. തോറ്റാൽ ചിലപ്പോൾ ഞാനിതൊക്കെ അന്വേഷിക്കും, റീവാലുവേഷന് പോകും. പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ റിസൾട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഈ പഠനം അല്ല, ഈ വിജയവും ഞങ്ങൾ പഠനത്തെ വിധേയമാക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കേട്ടിട്ടില്ല, ഓരോ തവണയും ഞാൻ പറയാറുണ്ട്, പരാജയം മാത്രമല്ല വിജയം കൂടി അന്വേഷിക്കണമെന്ന്. അങ്ങനെ വിജയം അന്വേഷിക്കേണ്ടി വരുന്ന എപ്പോഴാണ്? അപ്രതീക്ഷിത വിജയമാകുമ്പോൾ അല്ലേ? പല പഞ്ചായത്തുകളുടെയും സ്ഥിതി അത് തന്നെയാണ്. പലപ്പോഴും ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെപ്പോലും അവർക്ക് കാണിക്കാനില്ല. എന്തായാലും ഇത് ഈ വിജയിച്ചതിന് ശേഷമുള്ള ഈ പഠനം എന്നുള്ളത് വ്യക്തമാക്കുന്നത് ഒരു അപ്രതീക്ഷിത വിജയം. ഇമാതിരി വിജയം പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണല്ലോ പല പല ഏർപ്പാടുകളും നടത്തി നോക്കിയത്. ആ ഏർപ്പാടുകൾ ഇപ്പോൾ വല്ലാതെ ചർച്ചയായി. നേരെ മറിച്ച് ഇടതുപക്ഷം വിജയിച്ചിരുന്നെങ്കിൽ അതും ചർച്ചയാവില്ല. അത് എത്രമാത്രം ചർച്ചയായി, ഇത്രമാത്രം ചർച്ചയാവേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം.